ഇതാരാ രാവിലെ തന്നെ? അമ്മ, 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 എന്താണ് കിടന്ന് ഒച്ചയിടുന്നത്? നീ എന്താ കൊച്ചെവിടെ? ഞാനൊന്ന് വീട് കാണാൻ വന്നതാ. വീട് കാണാനോ? നീയാ? അല്ല മോളെ, അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ എൻഗേജ്മെന്റ്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് കല്യാണം എന്നല്ലേ പറഞ്ഞത്? പിന്നെ അതിൻ്റെ ഇടയിൽ എന്തിനാ കൊച്ച ഇങ്ങോട്ട് വന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എൻഗേജ്മെന്റ് മുമ്പ് ജസ്റ്റ് ഒന്ന് വീട് കാണാൻ വന്നു, അത്രേ ഉള്ളൂ. അല്ല, അതിനെന്തിനാ നിങ്ങൾ രണ്ടാളും കൂടി ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? എന്ത്? കല്യാണത്തിന് മുൻപ് പെൺകുട്ടി ചെക്കന്റെ വീട് കാണാൻ വരെ? ഇതാണോ മോളെ നാട്ടു നടപ്പ്? അന്ന് നിന്റെ അമ്മാമ്മമാരും നാട്ടുകാരും കുടുംബക്കാരൊക്കെ ചെക്കന്റെ വീട് കണ്ടിട്ട് പോയതല്ലേ? എന്നിട്ടല്ലേ എൻഗേജ്മെന്റ് ഉറപ്പിച്ചത്? ഞാൻ ഇന്നേ വരെ കാണാത്ത കുറച്ച് കുടുംബക്കാരും അയൽക്കാരും ഇവിടെ വന്ന് ചായയും കുടിച്ച് ഈ വീടും കണ്ടുപോയതിൽ എന്താ അർത്ഥമുള്ളത്? കല്യാണം കഴിഞ്ഞാ ഞാനല്ലേ ഇവിടെ ജീവിതകാലം മുഴുവൻ താമസിക്കേണ്ടത്, അല്ലാണ്ട് അവരല്ലല്ലോ. ഇനി അമ്മ തന്നെ പറ, സത്യം പറഞ്ഞ ഈ വീട് കണ്ടത് ഞാനാണോ അതോ അവരാണോ എന്ന്? മോള് പറയുന്നതിൽ എന്തൊക്കെയോ അർത്ഥമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ മോളെ നമ്മുടെ രീതി. ഈ നാട്ടു നടപ്പൻ രീതിയൊക്കെ അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ലമ്മേ, അല്ലാണ്ട് എവിടെ എഴുതി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ എവിടെ എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല അല്ലടാ. എന്നാലും അതല്ലാലോ മോളെ, ഈ കല്യാണം ഉറപ്പിച്ച പെൺകുട്ടി നേരത്തെ തന്നെ വീട്ടിലേക്ക് കയറി വന്ന നമ്മുടെ അയൽക്കാരെന്ത് പറയും? അയൽക്കാരെന്തോ പറഞ്ഞോട്ടെ, അതൊക്കെ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ ഇക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പോഴേ അവർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. പിന്നെ അതൊന്നും നോക്കണ്ട ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. കാരണം എന്റെ ജീവിതമല്ലേ, അത് സേഫ് ആക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം കൂടിയല്ലേ. ഓ, അത് ശരി. അപ്പൊ വീട്ടുകാരെ അറിയേണ്ടി വന്നതാണല്ലേ? നിക്കട്ടെ മോളെ, 1 മിനിറ്റ്, ഇപ്പൊ വരെ. ഇതേതോ വെളഞ്ഞ വിത്താണോ തോന്നുന്നത്? അല്ലെ കല്യാണത്തിന് മുൻപ് ഏതെങ്കിലും പെൺകുട്ടികൾ ചെക്കന്റെ വീട് കാണാൻ വരുവോ? അത് ന്യൂ ജനറേഷൻ എന്താണ് തോന്നുന്നു. ഇത് നമുക്ക് വേണോ മോനെ? വേണതാ. എനിക്ക് 34 വയസ്സായി. നമ്മുടെ സ്വഭാവം നാട്ടിൽ പെണ്ണ് കിട്ടു, അതിൽ അത്രയും ദൂരം പോയി എടുത്തത്. നല്ല ഭംഗിയുണ്ട്. എന്റെ മോത്തിന് അതിനെ കിട്ടിയത് വലിയ ഭാഗ്യം. അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് സോപ്പിട്ട് അയക്കി, എനിക്ക് തന്നെ മതി. ഓ എന്റെ മകനെ, വാ വാ. അത് ഞങ്ങൾ വേറൊരു കാര്യം സംസാരിക്കാൻ പോയതാ. അല്ല, മോൾക്ക് ചായ വേണ? വേണ്ട, ഞാൻ വരുമ്പോ കുടിച്ചതാ. ആ, അത് നന്നായി. വേണമെന്ന് പറഞ്ഞ പാലൂല. അയ്യോ അതല്ല മോളെ, ഞങ്ങള് ബൂസ്റ്റ് ഹോർലിക്സ് മാത്രമേ കഴിക്കുള്ളൂ, അതുകൊണ്ടാ. അല്ല, ഇന്ന് ജോലിക്ക് പോയില്ലേ? ജോലിയാ? ഇവൻ ജോലിക്കാ? ബിസിനസ് ഒക്കെ പൊട്ടിപ്പൊളി 4-5 മാസമായി. കടക്കാരെയും പഠിച്ച് വീട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുകയല്ലേ, പിന്നെ എന്ത് ജോലി? അമ്മ, അമ്മ. ആ അല്ല മോളെ, എനിക്ക് ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളിക കഴിക്കുന്ന കാരണം കുറച്ച് ഓർമ്മക്കുറവുണ്ട്. ബിസിനസ് ഒക്കെ പോട്ടത് പണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, വെച്ചടി കയറ്റുവാണ്. അവിടെ കമ്പനിയിൽ ഇവന്റെ ചരക്ക് വന്നിട്ടില്ല, അത് കാറ്റുവാൻ പോകാത്തത്. അല്ലടാ മോനെ? അത് ശരിയാ. മുമ്പേ ഒരു ലോഡ് വരാണ്ടായിരുന്നു, അതൊന്നും വന്നിട്ടില്ല. അങ്ങനെ പോവേണ്ടിരുന്ന. എനിക്കൊന്ന് വാഷ്റൂം പോണമെന്നുണ്ടായിരുന്നു. ഇവിടെ ഏത് റൂമിലെ ടോയ്ലറ്റ്? മോൾ ഒരു കാര്യം ചെയ്യ്, അച്ഛന്റെ അമ്മന്റെ റൂമിൽ പോയിക്കോ. അവന്റെ റൂമിൽ വാഷ്റൂം ഒന്നും ഇല്ല. അന്ന് പെണ്ണാണ വന്നപ്പോ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ടെന്നാ പറഞ്ഞത്. അല്ല, നിർബന്ധമൊന്നുമില്ല, അന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ചോദിച്ചൊന്നേ ഉള്ളൂ. അന്ന് അങ്ങനെയും പറഞ്ഞോ? മോളെ, അച്ഛന്റെ അമ്മന്റെ റൂമിൽ ബാത്റൂം ഉണ്ട്, പിന്നെ മേലെ ഒന്നുണ്ട്. അതിന് പോകാൻ പറ്റില്ല കേട്ടോ. ഇവന്റെ അനിയൻ രാകേഷ് ഒരുത്തനുണ്ട്, അത് അവൻ തന്നെ കെട്ടിയതാ.
പിന്നെ മോൾക്ക് 1-2 മണിക്ക് ബാത്റൂമിൽ പോകണമെങ്കിലും അമ്മന്റെയും അച്ഛന്റെയും വാതിലിൽ വന്ന് കൊട്ടിയാൽ മതി, അത് ഞങ്ങൾ തുറന്നു തരാം. അല്ല അത് ബുദ്ധിമുട്ടാണെങ്കിൽ പുറത്തൊരു ബാത്റൂം ഉണ്ട്, അവിടെ ഒന്നും പേടിക്കാനില്ല. നായ്ക്കൾ വരും, അത് മാത്രമേ നോക്കാനുള്ളൂ. അതിനൊരു വടിയെടുത്ത് കൈപ്പിടിച്ചാൽ മതി. അതിനിപ്പോ എത്ര റിസ്ക് എടുക്കുന്നത്? ആ റൂമിൽ ഒരു എക്സ്ട്രാ വാഷ്റൂം എടുത്താ പോരെ? വാഷ്റൂം കെട്ടാനാ ഇവനാ? എന്റെ മോളെ, ഈ വീട് തന്നെ ഇവന്റെ അച്ഛൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് കെട്ടിയ വീടാ. ഇതിലെ ഭാഗം എനിക്കുണ്ട്, ഇവന്റെ അച്ഛനുണ്ട്, ഇവന്റെ അനിയനുണ്ട്, ഇവന്റെ മൂത്ത പെങ്ങൾക്കുണ്ട്. പിന്നെ അതും പോരാഞ്ഞിട്ട് 1 രൂപ പോലും ഈ വീട്ടിന് വേണ്ടി ഇറക്കാത്ത ഇവന് വല്ല ഭാഗം കിട്ടുമെന്ന് എനിക്ക് തന്നെ ഡൗട്ടാ. പിന്നെ അതിന്റെ അടുക്കുള്ള ബാത്റൂം കെട്ടുന്നത്. അത് ശരി. അപ്പൊ അന്ന് പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഈ വീടും സ്ഥലമൊക്കെ മൂപ്പര് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, എല്ലാം മൂപ്പന്റെ പേക്കാണെന്നല്ലേ പറഞ്ഞത്? അന്ന് അങ്ങനെയും പറഞ്ഞോ? എന്താടാ അത്? അയ്യോ അവരല്ല, അതും അമ്മ തന്നെയാ പറഞ്ഞേ. അത് ഞാൻ തന്നെയാണോ പറഞ്ഞത്? അന്ന് എനിക്ക് പ്രഷറിന്റെ ഗുളിക കഴിക്കാൻ വിട്ടുപോയിട്ടുണ്ടാകും. മോള് പേടിക്കണ്ട കേട്ടോ, മോൾക്ക് ഇവിടെ വന്ന സ്വർഗമായിരിക്കും. ഇതാരാണോ അടുത്ത കുരിശ്? മോളൊരു കാര്യം ചെയ്യും, ഒരു 5 മിനിറ്റ് അകത്തു പോയി നിൽക്കോ. ഞമ്മടെ അയൽക്കാരോ വന്നിരിക്കുക. ഒരു വികസനമില്ലാത്ത നാടാണേ. കല്യാണത്തിന് മുൻപ് പെൺകുട്ടി ഇങ്ങനെ വന്നിരിക്കണമെന്ന് പറഞ്ഞ നാട് മുഴുവനും പറഞ്ഞ നടത്തും. ഒരു വിവരവും ഇല്ല. ഒന്ന് പോ മോളെ. അല്ല മോളെ, നീയോ? നീ എന്താ മോളെ പറയാതെ വന്നത്? ഞാൻ പറഞ്ഞിട്ടോ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടാവോ? എല്ലാരും മുങ്ങില്ലേ? മുങ്ങേ? നീ എന്താ മോളെ എങ്ങനെയൊക്കെ പറയുന്നത്? മക്കൾ സ്വന്തം വീട്ടിലൊരു അമ്മമാര് മുങ്ങുക? നിങ്ങൾ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. ആ കൂടെ 15 പവൻ തന്നിട്ടില്ല എന്നെ കല്യാണം കഴിച്ചയച്ചത്. എന്നിട്ട് ബിസിനസിന്റെ പേര് പോലെ പല പ്രാവശ്യമായിട്ട് നീ മുഴുവൻ വാങ്ങിക്കൊണ്ടൊന്നില്ലേ? അടുത്ത മാസം എന്റെ വീടിന്റെ വാർപ്പ് നടക്കുക. കല്യാണത്തിന് മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ, ചെക്കന്റെ വീട് ഒന്നുകൂടി പോയി കാണണം, നന്നായിട്ട് ഒന്നുകൂടി അന്വേഷിക്കണം, എന്നിട്ട് മതി കല്യാണം. തിരക്ക് പിടിച്ച് എന്നെ കല്യാണം കഴിച്ച് അയച്ചല്ലേ. അവിടെ പോയപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഇരിക്കുന്നത് വാടക വീട്ടില്. മൂപ്പർക്കാണെങ്കിൽ ഒരു പണിയില്ല, മുഴുക്കാടവും. ആകെ എങ്ങനെയോ കഷ്ടപ്പെട്ട് 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിന്റെ വാർപ്പ് നടക്കണമെങ്കിലേ നീ എന്റെ വാങ്ങിക്കൊണ്ട് സ്വർണ്ണമില്ലേ അത് തിരിച്ചു തരണം. ഇവന്റെ കല്യാണം തരാൻ തന്നെ കൂടെ പറഞ്ഞതല്ലേ. അത്രയൊന്നും കാക്കാൻ സമയമില്ല. വീടിന്റെ വാർപ്പ് പെട്ടെന്ന് നടത്തണം. നീ ഒരു കാര്യം ചെയ്യ്, എൻഗേജ്മെന്റ് ഒന്നും നടത്താൻ നിൽക്കണ്ട. വേഗം ഈ ആഴ്ച കല്യാണം കഴിക്കാൻ നോക്ക്. എന്നിട്ട് അവളെ സ്വർണം വാങ്ങിയിട്ട് എന്റെ കടം വീട്ട്. നീ എന്താ ഇവിടെ? അല്ല ഇവളെന്താ ഇവിടെ? അല്ല ഇവളെന്താ ഇവിടെ? എന്ത് എന്ത് പറഞ്ഞു കൊടുക്ക. അതൊന്നുമില്ല ചേച്ചി. ഇപ്പൊ പറഞ്ഞില്ലേ ഭർത്താവിന്റെ വീട്ടിൽ ഒന്നും അന്വേഷിക്കാണ്ട് പോയി പെട്ടു എന്നുള്ളത്. ആ ഒരു അവസ്ഥ എനിക്ക് വരാതിരിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങനെ വീട് കാണാൻ വന്നത്. അതെന്തായാലും നന്നായി മോളെ. എന്തായാലും ഇപ്പോഴത്തെ പെമ്പിള്ളാർക്ക് വിവരമുണ്ട്. ഇനിയിപ്പോ ഈ കാര്യത്തിനൊരു തീരുമാനമായില്ലേ, ഇത് നിങ്ങൾ എങ്ങനെ എന്റെ പൈസ തിരിച്ചു തരും? വീട് പണിന്റെ കാര്യം പോട്ടേന്ന് വെക്കാം. ഞാനിപ്പോ 4 മാസം പ്രഗ്നന്റ് അല്ലേ. എന്ത് വിശ്വസിച്ചാണ് ഞാൻ ഈ വീട്ടിലേക്ക് വരിക? എന്റെ നാത്തൂമാർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പ്രസവിച്ചിരിക്കുന്നത്. നോർമൽ ഡെലിവറിക്ക് 50,000 രൂപയെങ്കിലും വേണം. അപ്പൊ സിസേറിന്റെ കാര്യം പറയാനുണ്ടോ? ഇനി എങ്ങനെ ഓപ്പറേഷൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ചേച്ചി ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇപ്പൊ പ്രസവത്തിന് ഒരുപാട് ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ട്. പ്രസവത്തിനൊക്കെ ഇൻഷുറൻസോ? ഇനിയിപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് മുൻപ് എടുത്തു വെക്കണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല ചേച്ചി. കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ 3 മാസം വരെ വെയിറ്റിംഗ് പീരീഡ് ഉള്ള മെറ്റേണിറ്റി ഇൻഷുറൻസ് പ്ലാനുകൾ നമുക്ക് കാണാം. അതായത് 6 മാസം പ്രഗ്നന്റ് ആണെങ്കിലും പ്രസവ സമയത്ത് കവറേജ് കിട്ടും. അതിൽ തന്നെ ഇന്ത്യയിലെ വിവിധ കമ്പനികളെ താരതമ്യം ചെയ്തിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സെലക്ട് ചെയ്യാം. കൂടാതെ 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ഇപ്പൊ പ്രീമിയൊക്കെ കൂടി വരുന്നോണ്ടേ എത്രയും പെട്ടെന്ന് എടുക്കുന്ന കേട്ടോ നല്ലത്. ഇങ്ങനെയൊക്കെ ഉണ്ടോ? പക്ഷെ ഇത്രയും കാലമായിട്ട് ഞാനും ഒന്നും അറിഞ്ഞില്ലല്ലോ. ഇത് സാധാരണ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തന്നെയാണ്. അതിന്റെ കൂടെ ഒരു മെറ്റേണിറ്റി കവറേജ് കിട്ടുന്നു മാത്രം. പിന്നെ പ്രസവ സമയത്തെ 50,000 രൂപയുടെ ഫിക്സഡ് ബെനിഫിറ്റ് കിട്ടുന്ന പ്ലാനുകൾ ഇതിലുണ്ട്. കൂടാതെ 30 മിനിറ്റിനുള്ളിൽ നമുക്ക് ക്ലെയിം സപ്പോർട്ടും കിട്ടും. അത് കൊള്ളാലോ. എന്തായാലും ഇന്ന് തന്നെ ഒന്ന് എടുക്കണം. പക്ഷെ എങ്ങനെ ഇത് എടുക്കുക? അത് ഓൺലൈനായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും ചേച്ചി. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്ത ലിങ്കിൽ കയറി ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതി. എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ.
ഇവിടെ വന്നിട്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരമെങ്കിലും ഉണ്ടായല്ലോ. എന്റെ ഫ്രണ്ട്സിനോടും കൂടി ഒന്ന് പറയട്ടെ, അവർക്കും ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ ഇത്. നിങ്ങളെയൊക്കെ വേണ്ട, വിട്ടു. എടാ സുജിത്തേ, 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 സുജിത്തേ. അമ്മനെ ആരെ വിളിക്കുന്നു, പോയി നോക്കിട്ടാ. എടാ എന്നെയല്ല പൊട്ടാ വിളിച്ചത്, നിന്നെ അവരെ വിളിച്ചത്. നിന്റെ പേരല്ലേ സുജിത്ത്, എന്റെ പേര് വനജയല്ലേ? അല്ല മോളെ, സുജിത്ത് എന്നല്ലേ അവര് വിളിച്ചത്? നീ അവളുടെ വായി നോക്കി നിൽക്കാണ്ട് പോയി നോക്കട, ഏതൊരു ബിസിനസ്സുകാരായിരിക്കും. കേട്ടോ മോളെ, കൊറേ ബിസിനസ് ഉള്ള കാലം ചെക്കനൊന്നും തലക്ക് കേറില്ല. എടാ ഏതെങ്കിലും ഒന്നും വന്നിട്ടുണ്ടാവും, നീ പോയി നോക്കിട്ട് വാ. ചിലപ്പോ മുമ്പേ ലോഡ് വന്നിട്ടുണ്ടായിരിക്കും, അങ്ങനെ ഓഫീസ് വന്നായിരിക്കും. അല്ല, ഇനിയും ഞാനിപ്പോ അകത്ത് പോയി നിക്കണോ? വേണ്ട മോളെ, മോൾ അവിടെ നിന്നോ. അവന്റെ ബിസിനസിന്റെ കാര്യമെല്ലാം മോളും കേട്ട് പഠിക്കണം. കല്യാണം കഴിഞ്ഞ അവനൊരു ഉപകാരമായില്ലേ. എടാ അവൾ എവിടെയും പോകില്ല കേട്ടോ മോളെ. ചെക്കൻ എന്തെങ്കിലും കേട്ടങ്ങനെ വായി നോക്കി നിൽക്കും. അതല്ലേ ഇമ്പോർട്ടന്റ് കാര്യം. പോടാ, ബിസിനസ് അല്ലേ, പോ. ഇതാര് ദിനോട്ടനാ? എന്താ ദിനോട്ടാ കാര്യം? ഞാൻ എന്താ വന്നത് നിനക്കറിയില്ല? എടാ പൈസ കടം വാങ്ങിയാലേ അത് തിരിച്ചു കൊടുക്കാൻ പഠിക്കണം, അല്ലാണ്ട് ഈ പണിക്ക് നിൽക്കരുത്. അല്ല, അതങ്ങനെയല്ല. അതെങ്ങനെയല്ലാന്ന്? നീ നിന്റെ അമ്മയും കൂടെ എന്റെ വീട്ടിൽ ഒന്ന് കരഞ്ഞ് കാല് പിടിച്ചോണ്ടല്ലേ എന്റെ സാലറി സർട്ടിഫിക്കറ്റ് ബാങ്കിൽ വെച്ച് നിനക്ക് പൈസ എടുത്ത് തന്നെ. എന്നിട്ട് 1 രൂപ പോലും നീ ഇന്നും വരെ അടച്ചിട്ടുണ്ടോ? എത്ര രൂപയാണ് എന്റെ സാലറി ഇങ്ങനെ മാസം മാസം കട്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ നീ എന്ന് തിരിച്ചു തരാനാ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് അവളുടെ സ്വർണം പണി വെച്ചിട്ട് ഞാൻ മുഴുവൻ എമൗണ്ട് അങ്ങ് ഡീൽ ചെയ്യും. നിനക്ക് ഉളുപ്പുണ്ടോടാ? കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിന്റെ സ്വർണം കണ്ടിട്ടാണോ നീ കടമെടുക്കുന്നത്? നീ എന്തെങ്കിലും ചെയ്യ്, എന്റെ പൈസ തിരിച്ചിട്ടാ മതി. അതെ, ശരി, എല്ലാം പറഞ്ഞ പോലെ. അതെന്റെ ഒരു ഫ്രണ്ടായിരുന്നു അമ്മേ. ഒരു പുതിയ ബിസിനസിന്റെ കാര്യം സംസാരിക്കാൻ വന്നത്. എല്ലാം കൂടി ആയില്ലാണ്ട് ഒഴിവാക്കി കിട്ടും. കഴിയില്ല. നീ പുതിയ ബിസിനസിന്റെ കാര്യം സംസാരിച്ചതേ ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടു. അല്ല മോളെ, മതി നിന്ന് പരിങ്ങിയത്, ഇവിടെ വന്ന് നിക്ക്. കേട്ടൂല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊന്നുമില്ല, പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ചെറിയ 2 ലക്ഷം ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു കൊടുക്കായിരുന്നു, പക്ഷെ ഒരു ഫണ്ട് ബ്ലോക്ക് ആയി കിടക്കുക. അത് റെഡി ആയി ഡീൽ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ ഫണ്ട് വരുന്നില്ല. അത് വരും. അല്ല, ഈ ഫണ്ട് എന്ന് പറയുന്നതേ കല്യാണം കഴിച്ചു വരുമ്പോ എന്റെ വീട്ടുകാർ എനിക്ക് തരുന്ന സ്വർണ്ണമാണ് ഉദ്ദേശിച്ചത്. അല്ല, അവിടെ അങ്ങനെ പറയുന്ന കേട്ടെ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, ഈ കുട്ടിക്ക് എല്ലാം അറിയല്ലോ. എന്റെ മോന്റെ ഒരു ഭാഗ്യേ. അങ്ങനെ മോളെ വേണ്ടത് എല്ലാം കണ്ടും കേട്ടും പഠിക്കണം. എനിക്കിങ്ങനെ ഒന്നും അറിയില്ല മോളെ. ഇവന്റെ അച്ഛൻ എന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു. ഏതോ ഒരു കൊമ്പത്തെ ബിസിനസ്സുകാരനാണ് പറഞ്ഞിട്ട് എന്റെ വീട്ടുകാര് വാരിക്കോരി കുറേ സ്വർണം കൊടുത്തു. ഇവിടെ എത്തിയപ്പോ എന്റെ അമ്മായിമ്മ പറഞ്ഞു, മോളെ എല്ലാം അഴിച്ച് അലമാരയിൽ വെച്ചോന്നു. എല്ലാം അഴിച്ച് അലമാരയിൽ വെച്ചത് മാത്രം എനിക്ക് ഓർമ്മയുള്ള മോളെ. പിറ്റേ ദിവസം ഞാൻ തുറന്നു നോക്കുമ്പോ ഒരു തരി പൊന്ന് കാണുന്നില്ല. ഇതാ ഇപ്പൊ ഇട്ട് നടക്കുന്ന മുഴുവൻ റോൾഡ് ഗോൾഡാ. ആ കള്ള സുധാട്ടനും അമ്മായിമ്മയും കൂടി എന്നെ പറ്റിച്ചു മോളെ. ഇപ്പോഴും ചോദിച്ചാ പറയും ലോക്കറിലാണോ ലോക്കറിലാണെന്ന്. ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആൾക്ക് എന്ത് ലോക്കറാ ഉള്ളത്? കല്ലിന്റെ പണിയാണല്ലോ ബിസിനസ്. എന്നിട്ട് കടം വന്ന് മുടിഞ്ഞിട്ട് ഏതോ ഒരാള് ഗൾഫിലേക്ക് കൊണ്ടുപോയതാ. പോയിട്ട് 4 വർഷമായി മോളെ. 5 പൈസ അയച്ചിട്ടില്ല. ഒട്ടകത്തിന്റെ പാല് കറക്കാനോ എന്തിനോ ആണ്. കുമ്മേ അത്രയ്ക്ക് ദണ്ണോടാണ് എനിക്ക് നിന്റെ അച്ഛനെ കുറിച്ച് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ മഹിമാക്കുട്ടി അറിഞ്ഞോട്ടടാ, നമ്മുടെ ഫാമിലിക്ക് എന്ത് സ്റ്റാറ്റസിന്റെ കുറവിടാ ഉള്ളത്. ഇത്രയും വലിയൊരു വീടുണ്ടല്ലോ, കടത്തിലാണെങ്കിലും. പിന്നെ മോളെ. ഓ, അപ്പൊ ഇതായിരുന്നല്ലേ ഈ കുടുംബത്തിന്റെ മഹിമ. അല്ലമ്മേ, അപ്പൊ ഞാൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ കല്യാണത്തിന് ശേഷമല്ലേ ഞാൻ അറിയാം? പിന്നല്ലാതെ പെണ്ണ് കാണാൻ വരുമ്പോ ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയോ മോളെ? പറഞ്ഞ പിന്നെ കല്യാണം നടക്കുവോ? മോൾക്ക് ഒരു ബുദ്ധിയില്ലാത്ത പോലെ സംസാരിക്കണേ. ഇങ്ങനെ തന്നെ ഒട്ടുമിക്ക കല്യാണങ്ങളും കഴിയുന്നത്. കല്യാണം കഴിഞ്ഞ് പെണ്ണ് ചെക്കന്റെ വീട്ടിൽ വരുമ്പോഴല്ലേ പെട്ടുപോയി എന്നറിയുന്നത്.
ഓ, അപ്പൊ വെറുതെ അല്ല പണ്ട് കാരണവന്മാരെ കല്യാണത്തിന് മുമ്പ് പെണ്ണ് ചെക്കന്റെ പെണ്ണ് കാണാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതായിരിക്കുമല്ലേ അമ്മ കാരണം? ആയിരിക്കുവോ? ആയിരിക്കുമല്ലടാ, നീ എനിക്ക് എന്താ അറിയാനാ? ആയിരിക്കുമല്ലേ മോളെ? പിന്നെ അല്ലാണ്ട് കുറച്ച് കുടുംബക്കാരും നാട്ടുകാരും വരുമ്പോ ഇവിടെ നല്ല ബിരിയാണി കൊടുക്കുമ്പോ അവര് അതിനെ കുറിച്ചല്ലേ സംസാരിക്ക. അവർക്ക് ആർക്കെങ്കിലും ഈ കാര്യം വേണോ? അവര് വന്ന് നോക്കുമ്പോ വലിയ വീട്, ഡൈനിങ് ടേബിള്, സോഫ, വലിയ TV, ഇവിടെ എന്തെല്ലാം കാണി. ഈ പുറമോടി മാത്രം അവർക്ക് പോരെ, ഈ ഉള്ളിലുള്ള കാര്യം അറിഞ്ഞിട്ട് അവർക്ക് എന്ത് കാര്യം? അത് ശരിയാ. അല്ലെങ്കിൽ അവരൊന്നും അല്ലല്ലോ ഇവിടെ ജീവിക്കേണ്ടത്. വീട്ടിൽ നിന്ന് അമ്മയാ. ആ അമ്മേ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. എൻഗേജ്മെന്റിൽ അടുത്ത ആഴ്ച. അപ്പൊ അവളെ നേരിട്ട് ക്ഷണിക്കാൻ വന്നതാ. ഞാനൊരു അരമണിക്കൂറിലെത്തുമേ. അല്ല, അച്ഛനെവിടെ? ബാങ്കിലേക്കോ? വീടിന്റെ ആധാരം വെച്ചിട്ട് സ്വർണം എടുക്കാനാ? കോളടിച്ചില്ലേ, ആധാരം മിസ്റ്റേക്ക് സ്വർണം കൊടുക്കണം. അമ്മ എത്രയും പെട്ടെന്ന് അച്ഛനൊന്ന് തിരിച്ചു വിളിച്ചേ. അതല്ല, നമ്മൾ അത്രയും വലിയ വീട്ടിലേക്കല്ലേ വരുന്നേ, അപ്പൊ അതിനനുസരിച്ച് സ്വർണം കൊണ്ടുവരണ്ടേ. അച്ഛൻ പോയാ ആ കണക്കൊന്നും ശരിയായില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരുമിച്ച് ഞങ്ങൾ പോവാ. അപ്പൊ അതിനനുസരിച്ച് പൈസ എടുക്കാലോ. ആ, അമ്മ ഇപ്പൊ തന്നെ വിളിച്ചു പറയും. ആ, ശരി ശരി. അതെന്തായാലും നന്നായി മോളെ. അച്ഛൻ അത്ര വലിയ കണക്കൊന്നും അറിയില്ല. മോള് ഇവിടെ വന്നപ്പോഴല്ലേ അവിടുത്തെ സെറ്റപ്പ് മുഴുവനും കണ്ടത്. മോള് പോയിട്ട് കുറെ കൂടി കനത്തിലങ്ങ് സ്വർണ്ണം കൊടുത്തോ, എന്നാ മാത്രം ഇവന്റെ കടമൊക്കെ ഒന്ന് തീരുള്ളൂ, അല്ലടാ? ആ, എടുക്കാമേ. നല്ല കനത്തി തന്നെ എടുക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ എല്ലാ പെൺകുട്ടികളും കല്യാണത്തിന് മുൻപ് ചെക്കന്റെ വീട് കാണാൻ പോകണമെന്നുള്ളതാ. കണ്ടില്ലടാ അപ്പത്തെ കുട്ടി തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴല്ലേ കൊറേ സ്വർണം കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞത്. ആ കുട്ടി ഇവിടെ വന്ന കാര്യം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അപ്പൊ നീ എന്താ പറഞ്ഞ്? ഒന്നും പറയണ്ട, അവർ തട്ടുന്നു, കണ്ണിറക്കി കാണിക്കുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും മോളോട് തുറന്ന് പറഞ്ഞപ്പോ അപ്പോഴെന്താടാ പറഞ്ഞത്? ഞാൻ സ്വർണം കനത്തിൽ കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ നിനക്ക് ഭാഗ്യല്ലേ അത്? എന്തായാലും അമ്മ ഒരു നിഷ്കുവായതുകൊണ്ടേ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാ മോളെ, ഞാൻ ഉള്ള കാര്യം തുറന്നു പറയും, ഒന്നും മനസ്സിൽ വെച്ച് ഒളിപ്പിക്കില്ല. സത്യസന്ധത വിട്ട് ഒരു കളി എനിക്കില്ല. ആ, അതെന്തായാലും നന്നായമ്മേ. അല്ല, ഇതുപോലെ ആരെങ്കിലും ഇനി വരാനുണ്ടോ? ഇനിയിപ്പോ ഇന്ന് ആരും വരാനില്ല മോളെ. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ബുധനാഴ്ച ശനിയാഴ്ച മാത്രം അണ്ണാച്ചിയോട് വരാനുള്ളൂ, അല്ലടാ മോനെ? ആര്? ഓ, ചെക്കനൊന്നും അറിയാത്ത പോലെ നീ അല്ലടാ രണ്ടാൾക്കൂടെ 20 ഒളിഞ്ഞു നടക്കുന്നത്. ഇപ്പൊ നീ വെറുതെ ഇങ്ങനെ ആയിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ ആ കുട്ടി അറിഞ്ഞു. അതും കല്യാണത്തിന് മുൻപ് എല്ലാ പെൺകുട്ടികളും അറിഞ്ഞിരിക്കുന്ന നല്ല കാര്യം തന്നെയാണ്, അല്ല മോളെ? അത് ശരി. പെണ്ണ് കാണാൻ വന്നപ്പോ എന്തൊക്കെയായിരുന്നു? 3-4 ബിസിനസ് സ്വന്തമായിട്ടുണ്ട്. ഈ വീടും പറമ്പും മൂപ്പരിന്റെ പേർക്കാണ്. പിന്നെ ലക്ഷക്കണക്കിന് രൂപ FD ഉണ്ടെന്നൊക്കെ അല്ലേ. ഇതും വിശ്വസിച്ച പാവം എന്റെ വീട്ടുകാർ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചു വിടാൻ നോക്കുന്നത്. ഇത്രയും വലിയ വീട്ടിലേക്ക് വരുമ്പോ അതിൻ്റെതായ രീതിക്ക് വരണ്ടേ. എന്തായാലും വരുന്നേ. എന്നാ മോളെ എല്ലാം പറഞ്ഞ പോലെ. പിന്നെ എൻഗേജ്മെന്റിനെ ഞങ്ങൾ 30 ആള് വരും കേട്ടോ. കല്യാണം മുടങ്ങി, അതാ അവള് പറഞ്ഞിട്ട് പോന്നു. മുടങ്ങിയോ? ഓഹോ മോളെ, കല്യാണത്തിന് മുൻപ് പെൺകുട്ടികൾ ചെക്കന്റെ വീട് കാണാൻ വരുന്നേ അതത്ര നല്ല സ്വഭാവമല്ല കേട്ടോ. അങ്ങനെ വന്നോണ്ടല്ലേ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. എന്നാലും അങ്ങനെയല്ലാലോ. 1000 കള്ളം പറഞ്ഞാൽ ഒരു കല്യാണം നടത്താന്നല്ലേ പഴമക്കാര് പറഞ്ഞിരിക്കുന്നത്. 1000 കള്ളം പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിന്റെ ജീവിതം കളയാന്ന് അതാരും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി നിങ്ങൾ പറ, കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണ് ആണിന്റെ വീട് കാണുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഈ വീഡിയോയിൽ പറഞ്ഞ മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിക്കട്ടെ. നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ 3 മാസം മാത്രം വെയിറ്റിംഗ് പീരീഡുള്ള പ്ലാനുകൾ ഉൾപ്പെടെ വിവിധ കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻഷുറൻസ് പ്ലാൻ കമ്പയർ ചെയ്ത് 25% വരെ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതാണ്. എത്രയും മുന്നേ എടുക്കുന്നതാട്ടോ നല്ലത്. കാരണം വൈകുന്തോറും പ്രീമിയം തുക കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക.